ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും D4 ഡ്രിഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ ചാനലിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു ടൂറിസ്റ്റ് വണ്ടി നമ്മൾ റിവ്യൂ ചെയ്യാം. ടാറ്റയുടെ ഷേസീസ് അടങ്ങുന്ന ഒരു സെഡോൺ ബോഡി കിട്ടിയേക്കുന്ന ചിന്നാടൻ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയി. ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാ വണ്ടി ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പൊക്കം ഫീൽ ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് സെഡോൺ വണ്ടികൾ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോൾവോ ടൈപ്പ് വൈപ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു താഴത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വരുന്നത് സെഡോൺ ടൈപ്പ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സൈഡിൽ എന്താണ് ഒരു സ്കേർട്ടിങ് പോലെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ വണ്ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ മണ്ടയ്ക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ വലിയ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. നല്ല വണ്ടിക്കൊരു എടുപ്പ് കൂട്ടുന്ന രീതിയിൽ തന്നെ ഈ വണ്ടി ഒരുക്കിയിരിക്കുന്നത് യാതൊരു സംശയവുമില്ല. അപ്പോൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് കാണാം. പിന്നെ ഇങ്ങോട്ട് സൈഡിലോട്ട് വരുമ്പോൾ വണ്ടിയുടെ വീൽ ആർച്ചുകളാണ്. അപ്പോൾ വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശിൻ്റെ ലോഗോ കൊടുത്തിട്ടുള്ളൊരു വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വെച്ചൊരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്ററുകൾ കാണാം. ഇതൊക്കെ എന്താണ് ഈ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഈ കൈ പിടിക്കുന്ന സംഭവത്തിൽ ചെറിയൊരു സംശയം എല്ലാവർക്കും ഉള്ളതാണ്. എന്താണ് ഈ നടുവശത്ത് മാത്രം ഈ ഒരു കമ്പികൾ കൊടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു എമർജൻസി എക്സിറ്റാണ്. അപ്പോൾ ഈ അകത്തു നിന്ന് ഒരുപാട് ആളുകളുള്ളപ്പോൾ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഒരു എമർജൻസി എക്സിറ്റ്. അപ്പോൾ രണ്ട് എമർജൻസി എക്സിറ്റ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ 40-49 ആളുകൾ കയറുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള ഈ പാകത്തിന് വേണ്ടി. അപ്പം അകത്തുനിന്ന് വെളിയിലോട്ട് ഇത് തള്ളുമ്പോൾ ഈ എമർജൻസി എക്സിറ്റ് വെളിയിലോട്ട് ഇങ്ങനെ പോരുന്നതാണ്. ആ ഒരു രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് വരുമ്പോൾ പിന്നെ ഇവിടെ നോർമലായിട്ടുള്ള വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതിലൊരു പ്രകാശിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് വേറെ ഇറങ്ങണം. ഇതെന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് നമുക്ക് ലിവർ വെച്ച് തെള്ളി തുറക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയുള്ള പാകത്തിനാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു അരോചകമായിട്ടല്ലാത്ത രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ നേരത്തെ ഉള്ള സെഡോൺ വണ്ടികളിലെല്ലാം ഒരു ചൈനീസ് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറി എന്താണ് അടിയിലൊരെണ്ണം മണ്ടയ്ക്കൊരെണ്ണം പിന്നെ ഈ സൈഡ് ആ സൈഡ് അങ്ങനൊരു രീതിയിലാണ് ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് 1, 2, 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്, ഇതൊരു റിവേഴ്സിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പോഴും ഈ സൈഡിൽ അത് തന്നെ. പിന്നെ പ്രകാശിൻ്റെ വലിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ആദ്യത്തെ ലഗേജൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ എന്താണ് പെട്ടെന്ന് എടുക്കണമെന്നൊരു രീതിയിലുണ്ടെങ്കിൽ ആ സൈഡിലൊരു ഡോറുണ്ട്, അതുവഴി നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും നല്ല ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് എന്താണ് ഈ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഏണിയാണ്. ഇപ്പോൾ ഇത് എടുത്ത് അതിൽ ഹുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് തന്നെ കയറി മേലോട്ട് കയറി പോകാവുന്നതാണ്. അതിനാണ് ഏണി കാലുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ വണ്ടിയുടെ ഷേസീസ് മൂടി വെച്ചിരിക്കുന്നത് ഒരു അലൂമിനിയം പ്ലേറ്റ് വെച്ചിട്ട് ഷേസീസ് ഫുള്ള് കംപ്ലീറ്റ്ലി മൂടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ മുമ്പേ കാണിച്ച പോലെ ഒരു ലഗേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു വീലാർച്ച് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ തന്നെ. പിന്നെ ഇങ്ങനെ മേളിലോട്ട് വരുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുമ്പേ നമ്മൾ പറഞ്ഞ പോലത്തെ എമർജൻസി എക്സിറ്റ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് വണ്ടിയുടെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ ഇതാണ്. പക്ഷേ ചെറിയൊരു റൂമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ സുഖമായിട്ട് നമുക്ക് ഈ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുകയും അകത്ത് കയറ്റുകയും ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വണ്ടിയുടെ ടൂൾ ബോക്സും പിന്നെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റൂമാണിത്. അടുത്ത റൂം വരുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ ബാറ്ററി ബോക്സാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഒരു എന്താണ് സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഓട്ടോമാറ്റിക് എയർ ഡോറാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? വാ, അകത്തോട്ട് വാ.
അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ മീറ്ററിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ നോക്കാം. ഇത് കണ്ടോ, വലിയ ലൈലാൻഡിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു സ്റ്റിയറിംഗ് വീൽ കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു തമ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വീശി ഓടിച്ച് വണ്ടി കൊണ്ട് നടക്കാവുന്നതാണ്. പിന്നെ വണ്ടിയുടെ ഹോണ്, പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലത്തെ എയർ പ്രഷർ കാര്യങ്ങൾ. പിന്നെ ഇത് വണ്ടിയുടെ ടാക്കോമീറ്റർ ആണ്. ഇത് വണ്ടിയുടെ സ്പീഡോമീറ്റർ. ഇത് ഫ്യൂവൽ ഇൻഡിക്കേഷന്. പിന്നെ ഇത് റെയറിലെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മീറ്റർ കൺസോൾ ഒന്ന് ഓണാക്കി കാണിക്കാം. അപ്പോൾ വണ്ടിയുടെ മീറ്റർ കൺസോൾ ഓൺ ആയിരിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ചെറിയ ഡീറ്റെയിൽ മീറ്റർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ് ട്രിപ്പ് A B ആവറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ തന്നെ ഇത് വണ്ടിയുടെ ഹസാർഡ് സ്വിച്ചാണ്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ABSൻ്റെ സ്വിച്ച് കാര്യങ്ങൾ. ഇതും എൻജിൻ വാണിങ്ങിൻ്റെയോ എന്തോ ഒരു സ്വിച്ചാണ്, എനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് വന്നിട്ട് വണ്ടിയുടെ ഫോഗ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതാണ് വണ്ടിയുടെ സൈഡ് ഡോർ തുറക്കുന്ന സ്വിച്ചുകൾ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് കാണാം. ലൈലാൻഡിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ലൈലാൻഡിൻ്റെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെന്ന് വെച്ചാൽ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട്. ഇത് പക്ഷേ നല്ല സൗകര്യമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് പക്ഷേ ഇത് ഹോണിൻ്റെ ഒരു സംഭവമാണ്, ഒരു മീറ്ററായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ലൈറ്റ് ഡിം ബ്രൈറ്റ് സ്വിച്ചുകൾ, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഇത് വരുന്നത് വൈപ്പർ സ്വിച്ചുകൾ കാര്യങ്ങളാണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു ഇന്റർഫേസിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓടിച്ചു നോക്കാൻ പോവാണ്. കുറച്ച് എന്താണ് ഒരുപാട് ദൂരമോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊന്ന് ഓടിച്ചു നോക്കി നമുക്ക് വണ്ടി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വണ്ടി സ്റ്റാർട്ടാക്കാം ആദ്യം. വണ്ടി നമ്മളിങ്ങനെ റേസ് ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയിൽ എയർ കുറച്ച് കമ്മിയാണ്. അപ്പോൾ എയർ നമ്മൾ ആ ഒരു പോയിന്റ് കറക്റ്റ് പോയിന്റിലാക്കിയിട്ട് നമ്മൾ വണ്ടി മൂവ് ആക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരു 5883 cc 6 സിലിണ്ടർ അടങ്ങുന്ന ഒരു എഞ്ചിനോട് കൂടിയ ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു BHP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 160 HP ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് 50 സീറ്റർ വണ്ടിയായിട്ടാണ്. വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാർ ഓടിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ സാധിക്കുക. ഇതിൻ്റെ ഗിയർ എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു കാർ ഓടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വണ്ടി ഒരു വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇടത്ത് സൈഡ് ഇങ്ങനെ നോക്കി പോകാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. അത് ആ വണ്ടിയുടെ ആ ഒരു വലിപ്പം നമുക്ക് എന്താണ്, ആ ഒരു ക്യാബിനിൽ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ നമുക്ക് വണ്ടിയുടെ വലിപ്പം അങ്ങോട്ട് എന്താണ് ഒരുപാട് വലിയ വണ്ടിയാണെന്ന് നമുക്ക് തോന്നില്ല. ആ ഒരു സ്മൂത്ത് റേഞ്ചിൽ തന്നെ നമുക്ക് ഈ വണ്ടി കൈകാര്യം ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ ബേസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഈ നമ്മൾ താങ്ങിയെടുക്കുന്ന ഒരു രീതി വരുമ്പോൾ ടാറ്റയ്ക്കുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലാഗ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ടർബോ ലാഗ് ഈ വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ നമ്മളിപ്പോൾ കയറ്റത്തുനിന്ന് എടുക്കുമ്പോഴാണെങ്കിലും വണ്ടി ഒന്ന് റേസായി വരണം, ഒരു വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറണമെങ്കിൽ ആ ഒരു ലാഗ് ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ലെയ്ലാൻഡ് പോലെ തന്നെ അടിപൊളി തന്നെയാണ് വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് വണ്ടി ഒരുക്കി തന്നത് നമ്മുടെ ദോസ്ത് ഗ്രൂപ്പാണ്, ചെറുവൽപ്പുഴയുള്ള ദോസ്ത് ഗ്രൂപ്പാണ്. അപ്പം അത് അവരുടെ ചിന്നാടൻ എന്ന് പറഞ്ഞ കാലാപാനി സെക്കൻഡ് നെയിമുള്ള വണ്ടിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദോസ്ത് ഗ്രൂപ്പിലെ ഓണറായ അക്കുച്ചേട്ടനോടും മനോജേട്ടനോടും ആയിത്തിനോടും ഒക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ടാറ്റയുടെ ഷെയ്സീസ് എഞ്ചിനോട് കൂടിയ സെഡോൺ വണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ചാനൽ പോലും ഇല്ല, അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. ടേക്ക് കെയർ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം D4 Drift.